സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്ര 8ാം ദിവസത്തെ പ്രയാണം ഇതാ മഅ്ദിനിൽ നിന്ന് ആരംഭിക്കുകയാണ്. മഅ്ദിൻ എന്ന് പറയുമ്പോൾ കേരള യാത്ര ഉപനായകൻ ഖലീൽ ബുഖാരി തങ്ങളുടെ കേന്ദ്രമാണ്, ആസ്ഥാനമാണ്. അവിടെ നിന്നാണ് 8ാം ദിവസത്തെ പര്യടനം ആരംഭിക്കുന്നത്. ഇവിടെ മഅ്ദിനിലെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും ഗംഭീരമായൊരു വരവേൽപ്പ് യാത്രാ നേതാക്കൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ വരവേൽപ്പിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവാം. ഇതാ കേരള യാത്രയുടെ ഇന്നത്തെ പര്യടനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേരള യാത്രയുടെ ഉപനായകരായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളും പേരോട് ഉസ്താദും ഇതാ മഅ്ദിനിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ഗംഭീരമായൊരു സ്വീകരണം ഇരു നേതാക്കൾക്കും നൽകുന്നു. അവരെ ഇരുവരെയും കോട്ടണിയിച്ച് ആദരിക്കുകയാണ് മഅ്ദിൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ. ഇത് ഒരു ചരിത്ര സംഭവമായി മാറിയെന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞതാണ്. മലപ്പുറത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് വ്യത്യസ്തതകൾ ഈ കേരള യാത്രക്കുണ്ടാകും എന്ന് നമ്മൾ ഇന്നലെ ചർച്ചകളിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് മഅ്ദിൻ അക്കാദമിയിൽ ഇന്ന് നേതാക്കൾക്ക് നൽകുന്ന സ്വീകരണം. അത് ഏറ്റവും വ്യത്യസ്തമായ അനുഭവമാവുകയാണ്. ഇവിടെ ഗംഭീരമായി ഇവിടുത്തെ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇനി കാണാൻ കഴിയും. അറബന മുട്ടി, ദഫ് മുട്ടി നേതാക്കളെ സ്വീകരിച്ചാനയിക്കുമ്പോൾ അവർക്ക് SPC ഗാർഡിൻ്റെ പരേഡും സല്യൂട്ടും നൽകുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അവിസ്മരണീയമായ ഒരു വിഷ്വൽ അനുഭവം ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അണിനിരന്നുകൊണ്ട് മനുഷ്യർക്കൊപ്പം കേരള യാത്ര എന്ന് എഴുതിയതും നമുക്ക് ഡ്രോൺ ദൃശ്യങ്ങളിലൂടെ ഇനി കാണാൻ കഴിയും. കേരള യാത്രാ ഉപനായകർ ഖലീൽ തങ്ങൾ ഉസ്താദും പേരോട് ഉസ്താദിനും ഇതാ ഗംഭീരമായ വരവേൽപ്പ് നൽകുകയാണ്. മഅ്ദിന്റെ മണ്ണിൽ ഇരുഭാഗത്തും വിദ്യാർത്ഥികൾ പൂക്കളുമായി അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഒരു ഭാഗത്ത് ദഫ് മുട്ടി, അറബന മുട്ടി ഗംഭീരമായ ഈ അധ്യായം ഒരു അവിസ്മരണീയമാക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഡ്രോൺ ഷോട്ടിൽ കാണാൻ കഴിയും മനുഷ്യർക്കൊപ്പം എന്ന് ഈ വിദ്യാർത്ഥികൾ എഴുതിയിരിക്കുന്ന ദൃശ്യങ്ങൾ. എന്നും എല്ലാത്തിലും വ്യത്യസ്തത പുലർത്തുന്ന മഅ്ദിൻ അക്കാദമി ഈ സ്വീകരണവും ഒരു അവിസ്മരണീയവും വ്യത്യസ്തവുമായ അനുഭവമാക്കി മാറ്റുകയാണ്. കേരള യാത്രാ ഉപനായകൻ ഖലീൽ തങ്ങൾ ഉസ്താദിന്റെ തട്ടകത്തിലാണ് ഇപ്പോൾ നേതാക്കളുള്ളത്. അവിടെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും സംഘടനാ നേതാക്കളും ഒക്കെ ചേർന്ന് മഅ്ദിൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഗംഭീരമായ സ്വീകരണം ഈ നേതാക്കൾക്ക് നൽകുന്നു. മലപ്പുറത്തേക്ക് കേരള യാത്ര പ്രവേശിച്ചത് മുതൽ ഉള്ള വ്യത്യസ്തത ഓരോ സ്വീകരണങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയും മഅ്ദിൻ അക്കാദമി എല്ലാത്തിലും വ്യത്യസ്തത പുലർത്തുന്ന മഅ്ദിൻ അക്കാദമി ഈ സ്വീകരണവും അവിസ്മരണീയമായ ഒരു അനുഭവമാക്കി മാറ്റുന്നത് നമുക്ക് കാണാം. ഇതാ ഗംഭീരമായ മറ്റൊരു സ്വീകരണം കൂടി കാണാം. ഉസ്താദിനെ കണ്ട് അഭിവാദ്യം അർപ്പിക്കുകയാണ് ഇവിടുത്തെ ഭിന്നശേഷി സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ. ഉസ്താദിനെ കാണുമ്പോൾ അവരുടെ മുഖത്ത് വിടരുന്ന പുഞ്ചിരിയുണ്ട്. അവരുടെ നേതാവിനെ, അവരുടെ അന്നദാതാവിനെ, അവരുടെ സംരക്ഷകനെ കാണുമ്പോഴുള്ള അവരുടെ സന്തോഷമുണ്ട്. അവരിതാ പൂക്കൾ നൽകി ഉസ്താദിനെ, കേരള യാത്രാ നായകൻ ഖലീൽ തങ്ങൾ ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും അവർ പൂക്കൾ നൽകി അവരിതാ അവരുടെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. മഅ്ദിനിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് വിദ്യാർത്ഥികൾ ഈ യാത്രക്ക് അഭിവാദ്യം അർപ്പിച്ച് നേതാക്കൾക്ക് സല്യൂട്ട് നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അവർ പരേഡായി വന്ന് ഈ നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ഗംഭീരമായ ദൃശ്യങ്ങളിലേക്ക്. കേരള യാത്രാ ഉപനായകരായ ഖലീൽ തങ്ങൾ ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും SPC സല്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഗംഭീരമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ മനോഹരമായ അനുഭവങ്ങളിലേക്ക് SPC കേഡറ്റുകളുടെ പരേഡാണ് കാണുന്നത്. ഈ സ്വീകരണത്തെ ഒരു വ്യത്യസ്ത അനുഭവമാക്കി മാറ്റുകയാണ് മഅ്ദിൻ അക്കാദമി. മഅ്ദിൻ അക്കാദമി നൽകിയ അവിസ്മരണീയമായ ഒരു സ്വീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളുള്ളത്. ഇപ്പം ഖലീൽ തങ്ങൾ ഉസ്താദും പേരോട് ഉസ്താദും നമ്മളോടൊപ്പം ചെയ്തു. ഉസ്താദ്, എങ്ങനെയുണ്ട് ഇന്നത്തെ സ്വീകരണം? കാസർഗോഡ് മുതൽ
ഇതുവരെ നടന്ന എല്ലാ സ്വീകരണങ്ങളിലും വ്യത്യസ്തമായി വളരെയേറെ സന്തോഷകരവും വളരെയേറെ ആഹ്ലാദകരവും ആനന്ദകരവും ആദരപൂർവവുമായ ഒരു സ്വീകരണമാണ് മഅ്ദിൻ അക്കാദമിയിൽ വെച്ച് നൽകപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വന്ന ഉടനെ തന്നെ ഇവിടെയുള്ള പ്രവർത്തകർ, ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, സ്റ്റാഫുകൾ എല്ലാവരും ഈ അംഗങ്ങളുടെയും കൂടെയുള്ള എല്ലാവരുടെയും എല്ലാ വാഹനങ്ങളും, എല്ലാ വസ്ത്രങ്ങളും, എല്ലാ വസ്തുക്കളും വാങ്ങി അവരറിയാതെ തന്നെ എടുത്തുകൊണ്ടുപോയി ശുദ്ധീകരിച്ച് കൊണ്ടുവന്ന് വെച്ച ജീവിതത്തിലെ എവിടെയും ഉണ്ടാകാത്ത അനുഭവങ്ങളാണ് ഖിദ്മത്തിൻ്റെ രംഗത്ത് മഅ്ദിൻ സ്ഥാപനം കാഴ്ചവെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ സ്ഥാപകനായ സയ്യിദ് അവർകൾക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാ കൂട്ടുകാർക്കും, ഇതിൻ്റെ എല്ലാ സഹായികൾക്കും, സഹകാരികൾക്കും, വിദ്യാർത്ഥികൾക്കും, സ്റ്റാഫുകൾക്കും എല്ലാവർക്കും എല്ലാ നന്മയും വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന ഈ മുദ്രാവാക്യത്തോടുകൂടി ബദ്ർ സാദാത്ത് തങ്ങളവറുകളും ശൈഖുന ഉസ്താദ് അവറുകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുമായ എല്ലാവർക്കും സർവ്വ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എങ്ങനെയുണ്ട് ഇന്നത്തെ പര്യടനം? വളരെ അവിസ്മരണീയമായ ഒരു അനുഭവമായിട്ടാണ് പേരോട് ഉസ്താദ് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രസ്ഥാനത്തിൻ്റെ സർവസ്വമായ നേതൃത്വം വരുമ്പോൾ അതിനേക്കാൾ വലിയൊരു നേതൃത്വം, വലിയ സ്വീകരണം ഞങ്ങൾക്ക് നൽകാനില്ല. ഈ ചെയ്തതൊന്നും മതിയായിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം സദാസമയത്തും പ്രസ്ഥാനം നെഞ്ചിലേറ്റി മനുഷ്യർക്കൊപ്പം നിന്ന് മാതൃക കാണിച്ച ഇന്നത്തെ ഏറ്റവും വലിയ നേതൃത്വം, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സെക്രട്ടറിമാരിൽ പ്രമുഖരും പ്രാസ്ഥാനി അജയ നേതൃത്വം മഹാനായ പേരോട് ഉസ്താദ് ഉൾപ്പെടെയുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമാ മുഷാവറ നേതാക്കൾക്കും മുസ്ലിം ജമാഅത്ത്, SYS, SSF, SMA, ജമിയത്തുൽ മുഅല്ലിമീൻ നേതാക്കൾക്ക് നൽകുന്ന സ്വീകരണത്തെക്കാൾ വലിയ ഒരു സ്വീകരണം ഞങ്ങൾക്ക് നൽകാൻ മറ്റാരുമില്ലല്ലോ. അതാണ്. അപ്പോൾ മഅ്ദിൻ അക്കാദമി നൽകുന്ന ഈ ഗംഭീരമായ സ്വീകരണം ആണ്. അതേക്കുറിച്ച് ഇത് മഅ്ദിൻ അക്കാദമി അവിസ്മരണീയമായ അനുഭവമാക്കി മാറ്റുകയാണ്. ഇപ്പോൾ മജീദ് കക്കാട് സാർ നമ്മളോടൊപ്പം കൂടിയാണ്. ഈ സ്വീകരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് കേരളയാത്ര ആരംഭിച്ചതിന് ശേഷമുള്ള ഒരു വളരെ രസകരവും വ്യത്യസ്തവുമായ ഒരു അനുഭവമാണ്. മഅ്ദിൻ അക്കാദമിയുടെ കീഴിലുള്ള ഈ ഒരു സ്വീകരണവും ഇവിടെ നിന്ന് ഇനി അടുത്ത കേന്ദ്രത്തിലേക്കുള്ള യാത്രയപ്പും ഒരു ഗംഭീരമായ ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് മഅ്ദിൻ അക്കാദമിയുടെ സാരഥികൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ബന്ധപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും ഈ യാത്രയുടെ കൂടെയുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ അതാണ് മഅ്ദിൻ അക്കാദമി അതിഗംഭീരമായൊരു സ്വീകരണമാണ് കേരള യാത്രാ നായകർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പര്യടനം മഅ്ദിൻ്റെ മണ്ണിൽ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മളിന്ന് തിരൂരിലാണ് പ്രധാന സ്വീകരണ കേന്ദ്രം. പക്ഷേ തിരൂരിലേക്ക് എത്തുമ്പോഴേക്കും പലയിടങ്ങളിലായി ഇന്നലെ നമ്മൾ കണ്ടതുപോലെ സ്വീകരണത്തിൻ്റെ ഒരു മാലപ്പടക്കം നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരീക്കോട്ട് ഇന്നലെ ചരിത്ര സംഭവമായിരുന്നു സ്വീകരണ സമ്മേളനം. അതിനേക്കാൾ ചരിത്ര സംഭവമാക്കും തിരൂരിലെ സ്വീകരണ സമ്മേളനം എന്നാണ് അവിടുത്തെ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും നമുക്ക് ഇനിയും വിശേഷങ്ങൾ കാണാൻ സിറാജ് ലൈവിനൊപ്പം തുടരുക. ക്യാമറമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. ലോകത്തെവിടെ നിന്നും നീറ്റ് JEE എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം. ക്രിസാലിസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ക്രിസാലിസ് ഇനി നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ വിരൽത്തുമ്പിൽ. കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡഡ് ക്ലാസുകൾ, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്കപ്പ് എക്സാം. ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി. ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ്. നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലിസിനൊപ്പം ആവട്ടെ. ക്രിസാലിസ് ലേണിംഗ് ആപ്പ്. Your quest for excellence ends here. Contact 8086 55 1999. waytonikah.com, the exclusive Muslim matrimonial site.